ഫ്രണ്ട്സ് വാഗമണിലാണുള്ളത്. വാഗമണിലെ കാഴ്ചകൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി കണ്ട് കൊണ്ടിരിക്കുകയാണ്. കരിന്തരുവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പം അത് ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കരിന്തരുവിലേക്ക് എന്ന് പറഞ്ഞൊരു യാത്ര എന്നല്ല, അതുവഴി കുറച്ചൊരു നല്ല സീനിക് റോഡാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു റോഡൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓ, ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ റോഡ് സൈഡിൽ. മാരിയമ്മൻ കോവിൽ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ. അയ്യോ, എനിക്കൊന്നു അവിടുന്ന് അതിന് ഓപ്പോസിറ്റിൽ ആ വഴിയാണോ പോകേണ്ടത് സംശയമുണ്ട്. നോക്കട്ടെ. യെസ്, ഈ വഴിയാണ് കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. ചുമ്മാതെ വെറുതെ വാഗമണിൻ്റെ ഒരു എന്താ പറയുക, ഉള്ളിലൂടെയൊക്കെ ഉള്ളൊരു യാത്ര, നമ്മളിതുവരെ പോകാത്ത കാണാത്ത വഴികളിലൂടെയൊക്കെയുള്ളൊരു യാത്ര, അത്രയേ ഉള്ളൂ യാത്രയുടെ ലക്ഷ്യം. ഒരു കൃത്യമായ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിട്ടല്ല നമ്മുടെ യാത്രകളൊന്നും. ചുമ്മാ പോയി നോക്കുക, വെറുതെ പോവാം. ഇത് ഈ വാഗമണിലെ പക്ഷേ തേയിലത്തോട്ടങ്ങളൊക്കെ കുറച്ചൊരു ഡൗൺ മൂഡാണ്. എനിക്കൊന്ന് പുള്ളിക്കാനം റോഡിൽ നല്ല കിടിലൻ തേയിലത്തോട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. ആഹാ, ഇവിടെ നോക്കാനുള്ള കാഴ്ച പൊളിയാ കേട്ടോ. നോക്ക്, നോക്കിയേ, അടിപൊളി. അങ്ങ് താഴെ കൂടെ വഴി വരുന്നു. പൊളി പൊളി. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ വേറൊരു അമ്പലം കൂടിയുണ്ട് കേട്ടോ. ഭയങ്കര കളറായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര പെയിൻ്റൊക്കെ അടിച്ച്. നോക്ക്, ശ്രീ കുട്ടക്കാരൻ ശിവപാർവതി ക്ഷേത്രം, പുതുക്കട. നമുക്ക് പോയേക്കാം. അതിൻ്റെ അപ്പുറത്തെ ഗേറ്റും എല്ലാം അടച്ചിട്ടേക്കുക. അപ്പം നമുക്ക് കയറി നിന്ന് കാണാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലുള്ളത്. പക്ഷേ ഈ പച്ചപ്പിനിടയിൽ ഈ കളറെല്ലാം കൂടെ വന്നിട്ടേ വേറൊരു ഭംഗിയുണ്ട്. കംപ്ലീറ്റ് ഗ്രാമ വഴികളാണ്. ചേട്ടാ, ഇതാ അടുത്ത അമ്പലം. ഇവിടെ ഒരു ശിവൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ, ഓ ശരി. ഇവിടുന്ന് റൈറ്റ് എടുത്താണ് പോകേണ്ടത്. ഇത് അത്രയും ഗ്രാമപ്രദേശമാണെങ്കിലും റോഡ് നോക്ക്, റോഡെല്ലാം പോവില്ലേ? അവന്മാരത് വഴി പറയുന്നു പോവില്ല. ഈ കരിന്തരുവി പോവാൻ, കരിന്തരു ആ ആണോ? ഇറങ്ങാൻ ബുദ്ധിമുട്ട്. കരിന്തരുവി വഴി ഏലപ്പാറ പോവാൻ ആണോ? ആ റൂട്ട് കുറച്ച് ഭംഗിയുള്ള റൂട്ടല്ലേ? കരിന്തരുവി വരെ കൊച്ചു കരിന്തരുവി അതുവഴി പോവാനാ. വാഗമണ്ണിന്ന് പലയിടത്ത് പോയി. ഈ ലൂസിഫർ ചർച്ചിൻ്റെ അവിടെ പോയി. ഇതെവിടെ, ഏത് വഴിയാണ് പോകണ്ടേ? കൊച്ചു കരിന്തരുവി. ആ ആ ആ ആ ആ ഓ ശരി ശരി ശരി, താങ്ക് യു.
അവർ ആ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുവഴി പോകാൻ എന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. നമ്മളെ ഒന്ന് കെയർ ചെയ്തതാണ് ശരിക്കും. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മളിങ്ങനെ കറങ്ങി കിടക്കാമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ വേറൊരു റൂട്ട് പറഞ്ഞു തന്നു, കുറച്ചങ്ങോട്ട് പോയി നോക്കാം. വെറുതെ ഗൂഗിൾ മാപ്പ് നമ്മളെ തെറ്റിക്കുന്നതാണോ എന്തോ. ഇനി തെറ്റിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പരിപാടി ഇങ്ങനെ പുതിയ പുതിയ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാന്നുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനുള്ളിലെത്തി മാത്രം ഈ ഏരിയയിൽ മാത്രം 3 അമ്പലങ്ങളാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ അമ്പലത്തിൻ്റെ ജംഗ്ഷനിലെത്തി. ഇവിടെ റൈറ്റ് പോകാനാണ് അവർ പറയുന്നത്. പോയി നോക്കാം. ആളുകളിങ്ങനെ നോക്കുകയാണ് ആ ഉൾവഴി നോക്കി ആരാണ് വരുന്നത്. അവിടെ ചിലപ്പം ഇങ്ങനെ വണ്ടിയുള്ള ആളുകൾ താമസിക്കുന്നുണ്ടാവില്ല, പിന്നെ ഹോം സ്റ്റേയോ അങ്ങനെയൊന്നും കാണുകയില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ആഹാ, ഇത് പൊളി. ഇത് കൊള്ളാം കേട്ടോ. പൊളി 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 പൊളി. റോഡിൻ്റെ ചില ഭാഗങ്ങളെ നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇനി അവർ പറഞ്ഞ വഴി എവിടെയാണോ എന്തോ, ഇനി അവിടെ തിരിഞ്ഞില്ല വേറൊരു വഴി, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് പിന്നെ കുറച്ച് ചെറിയൊരു റൈറ്റ് എടുത്ത് വരികയാണ്. ശരിക്കും നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. കരിന്തരുവി എന്നാണ് അടിച്ചു കൊടുത്തത്, അതാണ് മാപ്പ് അങ്ങനെയൊക്കെ കൊണ്ടുപോയത്. ശരിക്കും കൊച്ചു കരിന്തരുവിലാണ് എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കുന്നത്. ഇനി അത് തന്നെയാണോ എന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം. എന്തായാലും പോയി നോക്കട്ടെ. ഇതെല്ലാം കറക്കലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ പോയി നോക്കാം, എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കണ്ടാലോ.
ഒരു ഗുണം ഇതെല്ലാം നല്ല. അയ്യോ പണി പാളിയല്ലോ, പണി പാളി. മോശം റോഡാണല്ലോ. ഇതുവഴി പോകണോ? 350 മീറ്റർ പോകാൻ പറയുന്നു. പോയി നോക്കാം. ഏതെങ്കിലും വഴിയിൽ കയറാൻ വേണ്ടിയുള്ള എഡ്ജാണോ അല്ല ഇതാണോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. മോശമാണ്, ഓഫ് റോഡാണെങ്കിൽ പണിയാണ്. എൻ്റെ പൊന്ന്, ഇത് ഏതൊക്കെ വഴി കൂടെ അപ്പോൾ നമ്മൾ വരുന്നത്? ഇത് പക്ഷേ റിസ്ക്കാണ്. ഈ വഴി അങ്ങോട്ട് പ്രശ്നമാണ്. അമ്മേ, എവിടെ? നമ്മളെ പഴയ വഴിയിലെത്തി. പോയി നോക്കാം. എന്തായാലും മാപ്പ് കാണിക്കുന്നുണ്ട്, നോക്കാം. വിശക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടുന്ന് കഴിക്കുമല്ലോ, നോക്കാം. റോഡെല്ലാം ഒരേ പൊളി ആയതുകൊണ്ട് ഇങ്ങനെ വിട്ട് പോവാം. പെട്രോൾ തീരുന്നവരെ കത്തിച്ച് പോവാം. സൂര്യകാന്തി കവല സ്ഥലത്തിൻ്റെ പേര്. പശുക്കളുടെ സമരമാണ്, റോഡ് ഉപരോധം. ചെറുതായിട്ടൊന്ന് മറിച്ചിരും. അവർക്കിതൊക്കെ പിന്നെ സ്ഥിരം കാണുന്ന കാഴ്ചയായിരിക്കും. ആ വരുന്ന അടുത്തത് 2 എണ്ണം അങ്ങോട്ട്. തീരത്തോട്ട് അതിൽ നിറയെ പശുക്കളുണ്ട്. ആഹാ, ഇവിടെയും പശുക്കളുണ്ട്. ഇവിടെ പശുവിനെ വളർത്താൻ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ കുറച്ച് കാടേരിയൊക്കെ ആയതുകൊണ്ട് വല്ല പുലിയോ കടുവയൊന്നും ഇവിടെയൊന്നും അത്ര പുലിയുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വാഗമൺ. അത് ഇവിടെയാണോ എന്നറിയില്ല. ഈ എസ്റ്റേറ്റൊക്കെ കൃത്യമായിട്ട് നോക്കാതെ കാട് പിടിക്കുമ്പോഴാണ് ഈ മൃഗങ്ങൾക്ക് അതൊരു കാടായി മാറുകയും അവരവിടെ കൂടെ കയറി വരികയൊക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ വഴി ഒരേ പൊളി കേട്ടാ. ഇങ്ങനെ ഓടിച്ച് വിട്ടുപോകാൻ എന്ത് രസമെന്നറിയാം. അടിപൊളി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ പാലമാണ് ശ്രീ കറുപ്പസ്വാമി ടെമ്പിൾ, ചീന്തലാർ.
തേയിലത്തോട്ടം നോക്കിയേ, ഇവിടെ കാറ്റാടി മരവും അമ്പ പൊളി. ചീന്തലാർ എന്ന സ്ഥലമുണ്ട്, ഇവിടെ ഊണുണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നത്, ചോദിച്ചു നോക്കാം. ചേട്ടാ ഊണുണ്ടോ? ഊണുണ്ടോ? ഇല്ല അല്ലേ? ഊണുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഊണില്ല. ഇവിടെ ഊണെന്നേ എഴുതി വെച്ചിട്ടില്ല, കഞ്ഞിയൊക്കെ എഴുതി വെച്ചിട്ട്. കഞ്ഞി വേണ്ട. ഇപ്പം ചീന്തലാറാണ് നമ്മൾ എത്തിയത്. ചീന്തലാറ് കഴിഞ്ഞ് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളെ ഗൂഗിൾ മാപ്പ് കുറേ വളഞ്ഞ് പറ്റിച്ചെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് റോഡെ ഇങ്ങ് വന്നു. അപ്പോൾ ചീന്തലാറെത്തി. ഇനി ഇവിടുന്ന് 2.5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൊച്ചു എന്താണ് വായിച്ചു നോക്കട്ടെ, കരുന്തരുവിയാണ് കേട്ടോ, സോറി, കരുന്തേനരുവിയൊക്കെ ആക്കി. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടില്ല, ശരിക്കും ഇതായിരുന്നു എൻ്റെ സ്ഥലം. ഇനി നമുക്കിവിടുന്ന് ഏലപ്പാറ റൂട്ടിൽ പോയാൽ കുറച്ച് നല്ല കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പോയി നോക്കാം. അതിനിടയ്ക്ക് ഫുഡ് കഴിക്കാൻ കട വല്ലതുകൊണ്ടേ ഫുഡ് കഴിയും, അത്രയേ ഉള്ളൂ. ബേക്കറി കൂൾബാറും ഒക്കെ ഉള്ളൂ. ഏലപ്പാറ ഇതാണ് വഴി. എന്താണോ കടയെല്ലാം അടച്ചിട്ടേക്കുന്നത്, ഹോട്ടലൊന്നും ഇല്ലേ? ആഹാ, ഇത് തന്നെ കാഴ്ച, ഇതാണ് കാഴ്ച. പക്ഷേ തേയിലച്ചെടികളെല്ലാം ഇത് വെട്ടി നിർത്തിയിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഗംഭീര, അതായത് ഇതൊക്കെ ഒന്ന് നന്നായി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇത്. ഓ, ഇതാണല്ലേ കൊച്ചു കരുന്തരുവി വഴിയുള്ള അടിപൊളി റോഡ്. ആഹാ, സൂപ്പർ. അയ്യോ, ഗംഭീരം കേട്ടോ, ഒരു രക്ഷയില്ല. എന്ത് രസമാണ് ഈ തേയിലത്തോട്ടത്തിന് ഇടയിൽ കൂടി ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന വഴി. ആഹാ, അടിപൊളി. എന്നാലും മനസ്സിൽ എന്നോ കണ്ടുവച്ച സ്ഥലം കേട്ടോ ഈ സ്ഥലമൊക്കെ. ഇതിന് നേരെ പോയാൽ ഏലപ്പാറ ആയിരിക്കും തോന്നുന്നു, നോക്കാം. ആഹാ, എന്തൊരു വലിയ പാറയും കുന്നും, അതിനിടയ്ക്ക് ഹോട്ടലും ചെറിയ വീടുകളും. ആഹാ, സൂപ്പർ.
ഇടയ്ക്ക് കുഞ്ഞ് അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. ആഹാ, പൊളി 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 പൊളി, സൂപ്പർ, അടിപൊളി. ഓ, എന്താ രസം, അടിപൊളി. എത്ര പറഞ്ഞാലും മതിയല്ല കേട്ടോ, ഇതൊരു കിടിലം വഴി തന്നെ കേട്ടോ. നമ്മൾ പല വഴികളും എക്സ്പ്ലോർ ചെയ്ത് അതാണ് ഏറ്റവും ഗംഭീരം എന്നൊക്കെ തോന്നും. പക്ഷേ റൈഡേഴ്സ് ആണോ ഇത്, അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് ട്രിപ്സ് ഇഷ്ടപ്പെടുന്നവരാണോ, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഈ കൊച്ചു കരിന്തരുവി വഴിയുള്ള ഏലപ്പാറ യാത്ര. നാക്കൊക്കെ കുഴയാൻ തുടങ്ങിയിട്ടോ, വിശപ്പാന്നല്ലേലായിട്ടുണ്ട്. ഇതൊക്കെ തേയിലത്തോട്ടം കഴിഞ്ഞെന്ന് തോന്നുന്നു. പെട്ടെന്നാണല്ലേ ടെറൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ ഞായറാഴ്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ടൂറിസം സെൻ്ററുകളിൽ മാത്രമേ കാണുള്ളൂ, അവർക്ക് ഗുണമുണ്ടാവുള്ളൂ. ഒരു ഗംഭീര അമ്പലമുള്ള അന്നപൂർണേശ്വരി ഓഡിറ്റോറിയം, ചെമ്മണ്ണ് അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രം. അടിപൊളി. പോട്ടെ, പിന്നൊരിക്കലും കാണാം. ഇതിൻ്റെ പിന്നിലൊരു തേയില ഫാക്ടറി ഉണ്ടല്ലോ. ആഹാ, സൂപ്പർ സൂപ്പർ. നോക്ക്, എന്ത് രസമുള്ള വഴിയാന്ന് അറിയും. അയ്യോ, ഇതുവഴി ഇതുവരെ വന്നില്ല, അല്ല ഈ വഴി ഇതുവരെ വന്നില്ല. ആഹാ, താഴേക്ക് നോക്ക്, എൻ്റെ പൊന്നെ. സെമ്നി വാലിയോ എന്താണോ വായിക്കുന്നത്? ഇനി മലകയറ്റം കേട്ടോ, അങ്ങ് കയറണം തോന്നും. ആഹാ, ഇത് കൊള്ളാലോ, അടിപൊളി ഒരു സ്പേസ് ആണല്ലോ. നമ്മളിങ്ങനെ വരുമ്പോഴേ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ചില ലാൻഡ്സ്കേപ്പാണ് അല്ലേ. പതുക്കെ പതുക്കെ നമ്മൾ ഇതാ ഏലപ്പാറയ്ക്ക് എത്തുകയാണ്. ഓ, ഏലപ്പാറ എവിടേക്കാണ് ഇത് എത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ കൗതുകം. ടൈഫോഡ് എസ്റ്റേറ്റ് ആണിത്. ഓക്കെ, നമ്മൾ എവിടേക്കാണിത് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ്. ആഹാ, വീണ്ടും അടിപൊളി വഴി. എന്ത് രസമാണപ്പാ, അടിപൊളി, സൂപ്പർ. ആഹാ, എന്ത് രസമാണ്. നോക്കട്ടെ. ഓ, ഇവിടെയാണ് കേട്ടോ. ആ, അത് ശരി. ആ താഴെ കാണുന്നത് നമ്മുടെ
കട്ടപ്പന കുട്ടിക്കാനം റോഡാണ്. യെസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏലപ്പാറ താഴ്ത്തി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. മോണിറ്റൈസേഷൻ ആകാൻ അങ്ങനെ നിങ്ങളുടെ വലിയ സപ്പോർട്ട് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മൾ ഈ വഴിക്കൊക്കെ തന്നെ ഉണ്ടാവും. കുറച്ച് ലോങ്ങൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ പോയി പതുക്കെ നമ്മളങ്ങനെ യാത്ര കൂട്ടും. അപ്പോൾ മുഴുവൻ സുഹൃത്തുക്കൾക്കും നന്ദി.